ഇത് എത്ര കഴിച്ചാലും മതി വരില്ല. ഉപ്പിൽ വെന്ത ബീഫും മേലെ കപ്പയും ചേമ്പും ക്യാബേജും വെച്ച് വേവിക്കണേണ്ട. നല്ല നെയ്യുള്ള ബീഫ് മേടിക്കണം, ഇച്ചിരി എല്ലുള്ള ബീഫും കൂടി വാങ്ങിക്കും. അപ്പോൾ എല്ലും കൂടി നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു എല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പറല്ലേ. കപ്പയും ചേമ്പും കൂടി സെപ്പറേറ്റ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കും. ചെറുതായിട്ടൊന്ന് വെന്ത് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പിൽ വന്ന ബീഫില്ലേ, അതിൽ നിന്ന് ഇച്ചിരി ബീഫ് മാറ്റിയിട്ട് ആ കുക്കറിൽ തന്നെ ഇതെല്ലാവരും കൂടി നിരത്തും. ആദ്യം ചേമ്പും കപ്പയും കൂടി വെച്ചിട്ട് പിന്നെ ക്യാബേജ് വെക്കും. അങ്ങനെ വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് സ്ഥിരം ഉണ്ടാക്കും കേട്ടോ. ഇത് അയ്യേന്ന് ചിലവർക്ക് തോന്നാം, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ആ ബീഫിൻ്റെ നെയ്യൊക്കെ അതിനങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാലില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ക്യാബേജ് കഴിക്കാനാണ് കേട്ടോ. ആ ചേമ്പും ഈ ക്യാബേജും കൂടി വെച്ചിട്ട് ഒന്ന് തിളക്കേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുക്കറിങ്ങനെ മൂടി വെക്കും. എന്നിട്ട് ഒരു അര അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് എടുക്കത്തുള്ളേ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഈ ഈസ്റ്ററിന് നല്ല ബീഫ് നോക്കിയായിരിക്കും വാങ്ങണം. നല്ല നെയ്യുള്ള ബീഫ് നോക്കിയാൽ ഞാൻ അപ്പച്ചനോട് പറഞ്ഞ് വാങ്ങത്തുള്ളൂ. അന്ന് ഇതൊരെണ്ണം ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അന്ന് ഇടാവേ. ഉപ്പിൽ വേവിച്ചതിൽ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണേന്നുള്ളത് ഇടാട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.